Hallelujah.
പ്രിയപ്പെട്ടവരെയും ഈ പ്രഭാതത്തിൽ സ്വാഗതം ചെയ്യുമ്പോൾ ഉറപ്പായി പറയട്ടെ, യേശു നല്ലവൻ. യേശുവെ പോലെ വിശ്വസിക്കുവാൻ മറ്റും ഒരുവനും യോഗ്യനായില്ല. നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി സകലതും കരുതിയ യേശു എത്ര നല്ലവൻ. അതുകൊണ്ട് രണ്ട് കരങ്ങളും ഉയർത്തി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യെസ്, രണ്ട് കരങ്ങളും ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ കേരള കുടുംബാംഗങ്ങളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഹാർവസ്റ്റ് ടെലിവിഷനിലൂടെയും ഇന്റർനെറ്റിലൂടെയും പിതാവേ, ഈ ശുശ്രൂഷയിൽ ലോകരാജ്യങ്ങളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ ജീവിതത്തിന്റെ മേലും അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഒരു നിറങ്ങണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവിധ കാരണങ്ങൾ കൊണ്ട് കഴിഞ്ഞ രാത്രിയിൽ ഉറങ്ങാൻ കഴിയാതിരിക്കുന്നവരുണ്ട്. ഇപ്പോൾ തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അങ്ങയുടെ ക്ഷേമം, അങ്ങയുടെ സൗഖ്യം, അങ്ങയുടെ ബലം, യേശുവേ അവിടുത്തെ ജീവൻ അവരുടെ മേൽ പകർന്നാട്ടും. Father, we commit everyone joining us from different parts of the globe, Lord. I bless everyone and I pray, Father, that the Spirit of the living God shall descend on everyone's life, Father. We thank you that you have great provisions for us. Blessed be your holy name. In Jesus' name. ഈ പകൽ യേശു നമുക്കായി കരുതുന്നവനാകയാൽ നമ്മുടെ സകല ചിന്താകുലവും അവന്റെ മേലിട്ടുകൊള്ളുവാൻ ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ ഈ പ്രഭാതത്തിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതിനൊരു കൃപ ഈ പകൽ എൻ്റെ മേൽ പകരണമേ. Bible says, cast all your burdens unto the Lord and he shall sustain you, for he cares for you. നമുക്ക് വേണ്ടി അവൻ കരുതുന്നു, അവിടുന്ന് നമ്മെ പരിപാലിക്കുന്ന കർത്താവ്. So in Jesus, you and I have a bright future. ക്രിസ്തുയേശുവിൽ നമുക്ക് ഓരോരുത്തർക്കും ശുഭമായ ഭാവിയുണ്ട്. Praise the Lord, Pastor Sinu. അവസാന ദിവസം നമ്മൾ വന്നെത്തിയിരിക്കുന്നു. ഓരോ ദിവസവും പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം നമ്മൾ ഈ ദിവസങ്ങളിൽ ധ്യാനിക്കുന്ന പോലെ നമ്മുടെ ബലഹീനതയെ തുറന്നു നിൽക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മളെ മാത്രമല്ല ഈ പ്രേമിക്കുള്ള കുടുംബാംഗങ്ങൾ എല്ലാവരെയും പരിപാലിക്കുന്ന സാക്ഷ്യങ്ങൾ നമുക്ക് കേൾക്കാൻ പറ്റുന്നത്. തുടർന്നും ദൈവത്തിന് വലിയ ദിവസങ്ങൾ, വലിയ മഹത്വമേറിയ ദിവസങ്ങളായിരിക്കും നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. അത് മാത്രമേ നമുക്കുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഹോസന്ന കർത്താവിനെ പാടുന്നത്. ഹോസന്ന യേശുവേ, ഹല്ലേലൂയ, ഹോസന്ന, ഹല്ലേലൂയ, ഹോസന്ന. വാക്യം ഒന്ന് വായിക്കുമ്പോൾ റോമൻ 8:26-27 വാക്യങ്ങൾ. റോമൻസ് chapter 8 verse 26, 27 and 27. Before we read, I really want to welcome and appreciate everyone joining us from all over the globe. ലോകരാജ്യങ്ങളിൽ നിന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയും അഭിനന്ദിക്കുകയും ചെയ്യുമ്പോൾ റോമർ 8:26-27 വാക്യങ്ങൾ വായിക്കുന്നു. അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. എന്നാൽ ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം പക്ഷപാതം ചെയ്യുന്നതുകൊണ്ട് ആത്മാവിന്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. Romans 8:26. Likewise, the Spirit also helps in our weaknesses. For we do not know what we should pray for as we ought, but the Spirit Himself makes intercession for us with groanings which cannot be uttered. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ദൈവവചനത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്, അവൻ നമ്മുടെ ബലഹീനതയിൽ തുണ നിൽക്കുമ്പോൾ സംഭവിക്കുന്നത് പുതിയ
വലിയ കാര്യങ്ങൾ സംഭവിക്കും. യെശയ്യാവിന്റെ പ്രവചനം 35-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോ 5-6 വാക്യങ്ങളിൽ ആ അധ്യായം മുഴുവൻ, ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 35, probably the whole chapter. Let's come to book of Isaiah chapter 35, verse 5 and 6. അന്ന് കുരുടന്മാരുടെ കണ്ണ് തുറന്നു വരും, ചെകിടന്മാരുടെ ചെവി അടഞ്ഞിരിക്കുകയുമില്ല. അന്ന് മുടന്തൻ മാനിനെ പോലെ ചാടും, ഊമന്റെ നാവും ഉല്ലസിച്ചു ഘോഷിക്കും. മരുഭൂമിയിൽ വെള്ളവും നിർജ്ജന പ്രദേശത്ത് തോടുകളും പൊട്ടിപ്പുറപ്പെടും. അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പ്രവാചകനായ യെശയ്യാവ് ദീർഘദർശനത്തിൽ ദൈവത്തിന്റെ ആത്മാവ് കൊടുക്കുന്ന ഭാവിയെക്കുറിച്ചുള്ള ആ ആലോചന, ദൈവത്തിന്റെ ആത്മാവിൽ അത് വിളിച്ചു പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് അന്ന്, അദ്ദേഹം പറയുന്ന സമയത്ത് എന്നല്ല എഴുതിയിരിക്കുന്നത്, അന്നത് സംഭവിക്കണം. സോ പറയുമ്പോൾ നിലവിലിരിക്കുന്നത് പഴയ കാര്യമാണ്. എന്താ? കുരുടനായിട്ട് തന്നെ ഇരിക്കുന്നു, ചെകിടനായിട്ടിരിക്കുന്നു, മുടന്തനായിട്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഇടുക്കു വഴികളിലൂടെ പോകുന്നവൻ അങ്ങനെ തന്നെ പോയി അവസാനിക്കുന്നു. പക്ഷെ ഈ അധ്യായം വായിക്കുമ്പോൾ യേശുവിലൂടെ പരിശുദ്ധാത്മാവിനെ അയച്ച് കർത്താവ് ചെയ്യാൻ പോകുന്ന ആ പുതിയ പ്രവൃത്തിയെ ദൈവത്തിന്റെ ആത്മാവിൽ ലഭിച്ച ദൂത് താൻ വ്യക്തമായി വിളിച്ചു പറയുക. 2014 മാർച്ച് മാസം 31-ാം തീയതി ദൈവത്തിന്റെ സന്നിധിയിൽ റെയിൻ കേരള കുടുംബാംഗങ്ങൾ ആയിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിൽ നിന്ന് ഇന്ന് ഞങ്ങൾ കേൾക്കുന്ന ഈ ആലോചന ഞങ്ങൾ താങ്കളെ അറിയിക്കുമ്പോൾ ഇത് അറിയിക്കുന്നതിൽ സന്തോഷമുണ്ട്. പഴയ അനുഭവങ്ങൾ ഇനി കേവലം ഒരു ഓർമ്മ മാത്രമായി മാറും. ഹല്ലേലൂയ. കുരുടൻ ഇനി കുരുടനായി തുടരുകയില്ല, ചെകിടൻ ഇനി ചെകിടനായി തുടരുകയില്ല, ക്യാൻസർ രോഗി ഇനി ക്യാൻസർ രോഗിയായി തുടരുകയില്ല, ഹൃദ്രോഗബാധിതൻ ഇനി ഹൃദ്രോഗബാധിതനായി തുടരുകയില്ല, കടത്തിൽ നശിച്ചവൻ ഇനി ആ നിലയിൽ തുടരുകയില്ല. Something new is happening because the Spirit of the Lord helps us in our weaknesses. പരിശുദ്ധാത്മാവ് നമ്മുടെ ബലഹീനതയിൽ നമുക്ക് തുണ നിൽക്കുന്നു. ബൈബിളിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയെ മനസ്സിലാക്കുമ്പോൾ യെശയ്യാവ് എന്ന പ്രവാചകൻ നിൽക്കുന്ന സമയത്തിൽ പരിശുദ്ധാത്മാവ് ഓരോ മനുഷ്യന്റെ മേൽ വരും, അല്ലെങ്കിൽ ഓരോ പ്രത്യേക ദൗത്യത്തിന് വേണ്ടി വരും. അവൻ വന്ന് ആ കാര്യങ്ങൾ നിറവേറ്റുവാൻ അവരെ ബലപ്പെടുത്തിയതിനു ശേഷം അത് പൂർത്തീകരിച്ചിട്ട് വീണ്ടും പിതാവിന്റെ സന്നിധിയിലേക്ക് വാങ്ങിപ്പോകുമായിരുന്നു. പക്ഷെ യോഹന്നാൻ 14 യേശു തന്റെ ക്രൂശീകരണത്തിന് തൊട്ട് മുൻപ് തന്റെ ശിഷ്യന്മാരെ അരികിൽ വിളിച്ചിട്ട് അവരോട് ഇങ്ങനെ പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളോടുകൂടെയുണ്ട്. അതിനുശേഷം അവിടുന്ന് വ്യക്തമായി പറഞ്ഞു, കുറഞ്ഞു വന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണുകയില്ല, വീണ്ടും കുറഞ്ഞു വന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണുക. അത് കഴിഞ്ഞിട്ട് അവൻ പറഞ്ഞു, യേശു പറഞ്ഞു, ഞാൻ പിതാവിന്റെ സന്നിധിയിലേക്ക് പോകുന്നു, ഞാൻ പോയി കാര്യസ്ഥനെ നിങ്ങൾക്ക് അയച്ചു തരും. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ ഈ കാര്യസ്ഥനായ പരിശുദ്ധാത്മാവ് ആളത്വമായി നമ്മോടുകൂടെ ഇരിക്കേണ്ടതിന്, സദാസമയം ഇരിക്കേണ്ടതിന് അവിടുന്ന് ഇറങ്ങി വന്നു. ചിലർ ചിന്തിക്കുന്നു അവിടുന്ന് തിരികെ പോയെന്നില്ല. ഞാൻ ഇന്നും അവനെ ഇപ്പോഴിവിടെ അനുഭവിക്കുന്നു. വണ്ടി ഓടിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ അനുഭവിക്കുന്നു, റോഡിലൂടെ നടക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ അനുഭവിക്കുന്നു, ഓരോ ഉത്തരവാദിത്തങ്ങളിൽ ഏർപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവിനെ അനുഭവിക്കുവാൻ കഴിയുന്നു. ആ പരിശുദ്ധാത്മാവ് നമുക്ക് തുണ നിൽക്കുന്നത് കൊണ്ട് പഴയ അനുഭവത്തിൽ ഇരുന്നവർ ആ നിലയിൽ തുടരുകയില്ല, അവരിൽ പുതുക്കങ്ങൾ സംഭവിക്കും. ഈ വർഷത്തിന്റെ സാമ്പത്തിക വർഷത്തിന്റെ അവസാന ദിവസം മാത്രമല്ല, ബൈബിൾ കലണ്ടർ അനുസരിച്ച് ഒരു പുതിയ വർഷത്തിന്റെ ആരംഭത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഈ പകൽ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരോട് വ്യക്തമായി ദൈവത്തിന്റെ ആത്മാവിൽ ഞങ്ങൾ ഓർമ്മപ്പെടുത്തിട്ട്, പഴയ വേദനകൾ ഇനി താങ്കൾക്ക് ഒരു ഓർമ്മ മാത്രമായിരിക്കും. ഇന്ന് കടന്നു പോകുന്ന സംഭവങ്ങൾ, അനുഭവങ്ങൾ താങ്കൾക്കൊരു ഓർമ്മ മാത്രമായിരിക്കും. ഇന്നത്തെ തള്ളപ്പെട്ട അവസ്ഥകൾ, ഇന്നത്തെ തകർക്കപ്പെട്ട അവസ്ഥകൾ, ഇന്നത്തെ മുറിവേറ്റ ആ ബ്ലീഡിംഗ് സിറ്റുവേഷൻ, അത് മുഴുവൻ താങ്കൾക്ക് ഒരു ഓർമ്മ മാത്രമായിരിക്കും. യേശുവിന്റെ ആത്മാവ് നമ്മോട് കൂടെ നിൽക്കുന്നുണ്ട്. ഇനിയും ഞാൻ ഈ പറഞ്ഞതിനൊരു തെളിവ് കൂടെ പറഞ്ഞത് നമുക്ക് പ്രാർത്ഥിക്കാം. യോഹന്നാന്റെ സുവിശേഷം
5-ാം അധ്യായത്തിൽ 1 മുതൽ താഴേക്കുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശു പക്ഷപാതക്കാരനെ സൗഖ്യമാക്കിയത് നമ്മളിവിടെ വ്യക്തമായി കാണുന്നു. AD 100-ലാണ് ഏകദേശം യോഹന്നാൻ ഈ സുവിശേഷം ദൈവത്തിൽ നിന്ന് ലഭിച്ച വെളിപ്പാട് എഴുതുന്നത്. ഈ ദൂത് എഴുതുമ്പോൾ അതിന്റെ പിറകിലേക്ക് പരിശുദ്ധാത്മാവ് തന്നെ കൊണ്ടുപോവുകയാണ്. യേശുവിന്റെ ഭൂമിയിലെ ജഡ അവതാരത്തിന് ഏകദേശം 600ഓളം വർഷങ്ങൾക്ക് പിറകിൽ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് പ്രവാചകനിലൂടെ അന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ആ ദൂത് ഇവിടെ നിന്നുകൊണ്ട് ഒരുവൻ സാക്ഷ്യപ്പെടുത്തുക, അന്നതൊരു ശബ്ദം മാത്രമായിരുന്നു, അന്നൊരു ദൂത് മാത്രമായിരുന്നു. പക്ഷെ എന്റെ കണ്ണുകൊണ്ട് ഞാൻ കാണുന്നത് അതിവിടെ നിറവേറുന്നു. കുരുടൻ കാണുന്നു, മുടന്തൻ നടക്കുന്നു, ചെകിടൻ കേൾക്കുന്നു, രോഗികൾ സൗഖ്യമാകുന്നു, പക്ഷപാതക്കാരൻ കിടക്ക എടുത്ത് നടക്കുന്നു. ആ തലമുറയിൽ ആ ദൂത് വന്നപ്പോൾ ആർക്കും അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ ഈ തലമുറയിൽ ഞാനിത് നിറവേറുന്നത് കാണുന്നു. ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവിൽ പ്രിയപ്പെട്ടവരോട് ഇങ്ങനെ ഓർമ്മപ്പെടുത്തട്ടെ, ദൈവത്തിന്റെ ആത്മാവ് താങ്കളോട് പറഞ്ഞിരിക്കുന്ന ആലോചനകൾ നിറവേറുന്ന ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുക. These are the days of God's promises coming into a level of fulfillment in your life, unlike the previous years of your life. The Lord is faithful, beloved. കർത്താവ് വിശ്വസ്തൻ തന്നെ. ഇനിയും വേദനകൾ ഒരു ഓർമ്മ മാത്രമായിരിക്കും. ഇന്ന് രാവിലെ ദൈവത്തിന്റെ ആത്മാവ് ഞാൻ കേട്ട ഒരു വാക്കും, വേദനകൾ, നിന്ദകൾ, തകർച്ചകൾ, തടസ്സങ്ങൾ, കെടുതികൾ, രോഗങ്ങൾ, പരിശുദ്ധാത്മാവ് നമുക്ക് തുണ നിൽക്കുന്നത് കൊണ്ട് ജീവിതത്തിൽ ഒരു ഓർമ്മയായി മാറാൻ പോകുകയാണ്. തള്ളപ്പെട്ടു പോയ അനുഭവങ്ങളുണ്ട്. ഈ പകൽ യേശു മാർവോട് ചേർക്കുവാനുള്ളപ്പോൾ കഴിഞ്ഞ കാല കെടുതികൾ എത്ര ആഴമേറിയതാണെങ്കിൽ സെക്കൻഡുകൾക്കുള്ളിൽ താങ്കൾ അത് മറക്കും. When the Lord crowns you with His glory, something new is going to begin in your life, beloved, because the Spirit of God is there to stand with you. താങ്കളുടെ കൂടെ നിൽക്കുവാൻ പരിശുദ്ധാത്മാവ് ഉള്ളതുകൊണ്ട് പുതിയത് ചിലത് സംഭവിക്കുന്നു. ഈ പകൽ 2 കരങ്ങളും ഉയർത്തിക്കൊണ്ട് പറ, ദൈവമേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, കരങ്ങളെ ഉയർത്തി ഉറക്കെ വിളിച്ചു പറ, പരിശുദ്ധാത്മാവേ. Would you lift your hands to the Lord? Cry out, Holy Spirit of God, I am tired of my life. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഭാരപ്പെട്ടിരിക്കുന്നു, ഞാൻ തളർന്നിരിക്കുന്നു. I need something new to happen in my life. എൻ്റെ ജീവിതത്തിൽ പുതിയത് സംഭവിച്ചേ മതിയാകും. Something new, Lord. Just that man who was paralyzed and lying down before the pool or by the side of the pool for 38 long years, yet left without a healing, yet left with hopelessness. But Jesus, you walked into his life, made him a man who could walk into his destiny. യേശുവേ, ആ കുളക്കരയിൽ കിടന്ന ആ പ്രതീക്ഷയറ്റ ആശ നഷ്ടപ്പെട്ട മനുഷ്യനെ പോലെ എന്റെ ജീവിതവുമായിരിക്കുന്നു. എങ്കിലും യേശുവേ, അവിടുന്ന് ആ മനുഷ്യനിലേക്ക് ചെന്ന് അവന്റെ ജീവിതത്തെ അവിടുന്ന് അവന് വേണ്ടി കരുതിയ ഭാവിയിലേക്ക് പോകാൻ അവിടുന്ന് സഹായിച്ചതുപോലെ ഇന്ന് എന്റെ ജീവിതത്തിന് മേൽ അങ്ങയുടെ കരം വയ്ക്കണം. I need the hand of the Lord in my life. If you are that man or woman crying out that prayer, I would encourage you, please take a step of faith and move forward. Place your hands on the screen. ഇന്ന് പകൽ ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ് താങ്കളെങ്കിൽ ഇരിക്കുന്നിടത്തുനിന്ന് വിശ്വാസത്തിന്റെ അടയാളമായി താങ്കൾ മുൻപോട്ട് 2 സ്റ്റെപ്പുകൾ വെച്ച് ആ സ്ക്രീനിലേക്ക് വന്ന കരങ്ങളെ തൊട്ട് നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. അദൃശ്യമായ ആത്മാവിന്റെ വലിയ സാന്നിധ്യം, അത്യന്ത ശക്തി താങ്കളുടെ മേൽ പകർന്ന് ദൈവത്തിന്റെ ആത്മാവ് താങ്കളെ ഇപ്പോൾ തന്നെ നരിയാണികളെ ബലപ്പെടുത്തി തല മുതൽ പാദം വരെ അകത്തും പുറത്ത് ആത്മിക ഭൗതിക മേഖലകളിൽ സകലയിടത്തും ദൈവിക സമൃദ്ധിയോടെ ഈ പകൽ താങ്കളെ
ദൈവം എഴുന്നേൽപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നു. യേശു താങ്കളെ സൗഖ്യമാക്കുവാനുണ്ട്. ആ രണ്ട് കരങ്ങളും ആ സ്ക്രീനിലേക്ക് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഫാസസിനും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയി ഒരു അത്ഭുതകരമായ വിടുതൽ, അത്ഭുതകരമായ വിടുതൽ. ലോകരാജ്യങ്ങൾ നൂറുകണക്കിന് ജീവിതങ്ങൾ പരിശുദ്ധാത്മാവ് ഈ പ്രേയിങ് കേരള ശുശ്രൂഷയിലൂടെ വിടുവിക്കുന്നത് ഞങ്ങൾ കേൾക്കുമ്പോൾ, അവരുടെ തെളിവുകൾ ഇവിടെ ഉള്ളപ്പോൾ, ഡോക്ടേഴ്സിന്റെ സർട്ടിഫിക്കറ്റുകൾ ഇവിടെ ഞങ്ങളുടെ കരങ്ങളിൽ ഉള്ളപ്പോൾ, ഈ പകൽ യേശു അത്ഭുതങ്ങളുടെ ദൈവം. കർത്താവിനോട് ഒരു നിമിഷം കരയുമോ? Cry out to God. Jesus, I'm tired of my life. I'm tired of my situation. Lord, I'm unable to take a step. But will you help me? I promise you and I guarantee you, yes, He will. Yes, He will be with you and He will take you to further heights in life. ജീവിതത്തിന്റെ ഉയർന്ന അനുഭവങ്ങളിലേക്ക് ഈ പരിശുദ്ധാത്മാവ് നമ്മെ കൊണ്ടുപോകും. കരം വന്ന് അടുത്ത കരം ആ സ്ക്രീനിൽ വെച്ച് ഞങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഓ താങ്ക് യു ലോർഡ്. കർത്താവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയാണ്. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ഉയർന്ന ചിന്തയും കർത്താവെ, ഞങ്ങളെ തകർന്ന അവസ്ഥയിൽ ഞങ്ങൾ അവിടെ കടക്കുവാൻ ആഗ്രഹിക്കാത്തതുമായ ഞങ്ങളുടെ നല്ല ദൈവമേ, ഇന്ന് പല നിന്റെ ജനത്തിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ, കഴിഞ്ഞ നാളുകളിൽ ഉണ്ടായിരുന്ന എല്ലാ വേദനയും മറക്കുമാറ്, അവയ്ക്ക് ഒരു ഓർമ്മയാകുമാറ് കർത്താവെ, ഇന്ന് ഞങ്ങളുടെ പരിശുദ്ധാമന്റെ വലിയ സാന്നിധ്യം ഓരോരുത്തരുമേൽ അങ്ങ് പകരുമാറാകണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ജീവിതത്തിൽ കർത്താവെ വന്നുപോയ ക്ലേശങ്ങള്, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ കർത്താവെ അനേകരെ തളർത്തിക്കളയുവാണെങ്കിലും കർത്താവെ, കാലങ്ങൾക്ക് മുൻപേ യേശയ്യാവ് എന്ന പ്രവാചകനിലൂടെ അങ്ങ് പ്രവചിച്ച ആ സമയത്ത് ഞങ്ങളെ കൊണ്ടുവന്നിരിക്കാൻ ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ. ഇനിയും കുരുടനായി തുടരുകത്തില്ലല്ലോ കർത്താവെ, മുടന്തൻ അങ്ങനെ തുടരത്തില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആ പ്രവചന ശബ്ദം ഇന്ന് ഈ പ്രേയിങ് കേരള എന്ന ശുശ്രൂഷയിലൂടെ അനേകരിലേക്ക് വ്യാപരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ രോഗങ്ങൾ അവിടുന്ന് മാറട്ടെ, ആ കെടുതികൾ അവിടുന്ന് മാറട്ടെ, ആ പ്രയാസങ്ങൾ അവിടുന്ന് മാറട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ജീവിതത്തിന്റെ ഉയർന്ന മേഖലയിൽ ഓരോരുത്തരും എത്തിച്ചേരേണ്ടതിനായി കർത്താവ്, ഞങ്ങളുടെ ബലഹീനതയിൽ തുണ നിൽക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഓരോരുത്തരുടെ മേൽ അങ്ങ് പകരുന്നതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഇന്ന് പകലും വിടുതലിന്റെ ദിവസമാക്കി അങ്ങ് മാറ്റുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. നിന്റെ ജനത്തിന്മേൽ ദൈവിക ആരോഗ്യവും ബലവും സമാധാനവും സന്തോഷവും ഈ നിമിഷത്തിൽ തന്നെ അങ്ങ് പകരുന്നതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവെ. ദൈവത്തിന്റെ കൃപ ഓരോരുത്തരുടെ മേലും ഇറങ്ങിച്ചെല്ലുമാറാകട്ടെ, വിടുതൽ അങ്ങ് നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഉയർത്തിയാട്ടെ, അനുഗ്രഹിച്ചാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. മാത്യു ഐമനത്തെ വിളിച്ചിരിക്കുന്നു. ഷുഗർ കൂടുതൽ 429, കിഡ്നിയെ ബാധിക്കാതിരിക്കുവാൻ പ്രാർത്ഥിക്കണം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിന്റെ സഹോദരൻ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് ഷുഗർ നോർമലാകട്ടെ, ആ ഷുഗറിന്റെ എഫക്ട് യാതൊരു അവയവങ്ങളെയും ബാധിക്കാതിരിക്കുവാൻ എന്റെ കർത്താവ് സഹായിക്കുന്നതിനായ സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പച്ചാളത്ത് നിന്നും ആന്റണി വിളിച്ചിരിക്കുന്നു. റിനീഷ് കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും വീണു, ഓപ്പറേഷൻ കഴിഞ്ഞു, വളരെയധികം പ്രയാസത്തിലൂടെ കടന്നു പോകുന്നു, അതിനെ പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. സ്തോത്രം കർത്താവെ. റിനീഷിനെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ ദൈവിക സൗഖ്യം കർത്താവെ ആ മകനായിരിക്കുന്ന ബെഡിന്മേൽ ഉണ്ടാവേണ്ടതിനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. എത്രയും വേഗം കർത്താവെ ആ മകന് വേണ്ട സൗഖ്യത്തെ നൽകുമാറണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ. സൂസൻ കൊല്ലത്ത് നിന്ന് വിളിച്ചിരിക്കുന്നു. മസ്കറ്റിലേക്കുള്ള വിസ ലഭിക്കണം, ഹസ്ബൻഡ് അവിടെയാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സഹോദരൻ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആ വിസ ലഭിക്കുവാൻ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കും കർത്താവെ, അതെല്ലാം മാറ്റി എത്രയും പെട്ടെന്ന് വിസ ലഭിക്കട്ടെ. എന്റെ കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. മുംബൈയിൽ നിന്ന് സാലി വിളിച്ചിരിക്കുന്നു. കടബാധ്യതകളുണ്ട്, മകന് ശമ്പളം കുറവാണ്, പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. കർത്താവെ, ഞങ്ങൾ സാലിന്റെ കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, യേശുവിന്റെ നാമത്തിൽ കർത്താവരുടെ സാമ്പത്തിക മേഖലകളിൽ നീ ഇറങ്ങി പ്രവർത്തിക്കുമാറാണമേ കർത്താവെ. കർത്താവെ, അവരുടെ കടബാധ്യതകൾ മാറുവാത്ത കോണം നിന്റെ ദൈവികമായിട്ടുള്ള കർത്താവ് ഒരു വഴികളെ നീ അവർക്ക് തുറക്കുമാറണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. മകനായി ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ, യേശുവിന്റെ നാമത്തിൽ. കർത്താവെ, ആ മകന്റെ ജീവിതത്തിൽ കർത്താവ് അവർ ചിന്തിക്കുന്നതിലുപരിയായ ഒരു ഉണർവ് കർത്താവെ എല്ലാ മേഖലകളിലും ഉണ്ടാവേണ്ടത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ, യേശുവിന്റെ നാമത്തിൽ. തങ്കം തിരുവനന്തപുരത്ത് വിളിച്ചിരിക്കുന്നു. മകൾ സിന്ധു നോർമൽ ഡെലിവറിക്കായി പ്രാർത്ഥിക്കണം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലെ മോളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, യാതൊരു തടസ്സവുമില്ലാതെ ഒരു സുഖപ്രസവം നടക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ചുറ്റൂരിൽ നിന്ന് സുധർമ്മ വിളിച്ചിരിക്കുന്നു. ഹസ്ബൻഡ് മദ്യപാനിയാണ്, മദ്യപാനം മാറേണ്ടതിനെ പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ഈ കുടുംബത്തിനെ പ്രാർത്ഥിക്കുമ്പോൾ ആ ജീവിതത്തോട് നീ ഇടപെടുമാറണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. യേശുവെ, അങ്ങയുടെ ദൈവിക സ്നേഹത്തെ തിരിച്ചറിയുവാൻ തൊക്കണം ആ ജീവിതത്തെ നീ ഒരുക്കുമാറണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ജീവിതത്തെ നല്ലൊരു തീരുമാനത്തെ എടുക്കുവാൻ ആ ജീവിതത്തെ നീ സഹായിക്കുമാറണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത് മദ്യപാനത്തിൽ നിന്ന് പൂർണ്ണ വിമോചനം കർത്താവെ ഞങ്ങൾ ആ ജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ, യേശുവിന്റെ നാമത്തിൽ ആരാധിക്കുന്നു. ആരാധിക്കുന്നു ഞാൻ യേശുവേ,
രണ്ട് കരങ്ങളും ആരാധിക്കുന്നു ഞാൻ യേശുവേ, ആരാധിക്കുന്നു ഞാൻ യേശുവേ, ആരാധിക്കുന്നു, ആരാധിക്കുന്നു ഞാൻ യേശുവേ, ആരാധിക്കുന്നു ഞാൻ യേശുവേ, ആരാധിക്കുന്നു ഞാൻ യേശുവേ, ആരാധിക്കുന്നു. Oh yes. Praise the Lord. ലോകത്തിന്റെ നാനാ രാജ്യങ്ങളിൽ നിന്ന് നൂറുകണക്കിന് ജീവിതങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ ഇവിടെ വന്നുകൊണ്ടേയിരിക്കുന്നു. ഏറ്റവും ഉയർന്നിരിക്കുന്ന ഈ സ്റ്റോക്കിൽ ജാനുവരി ഫെബ്രുവരി മാസങ്ങളിൽ മാത്രം പ്രാർത്ഥനാ വിഷയങ്ങളാണ്. അതിന്റെ തൊട്ട് മുമ്പിലിരിക്കുന്നത് ഇന്ന് വെളുപ്പിനെ വരെ വന്ന പ്രാർത്ഥനാ വിഷയങ്ങൾ ഈ ഒന്നാമത്തെ സ്റ്റോക്കിൽ വന്നു കഴിഞ്ഞു. ദൈവത്തിന്റെ സ്നേഹത്തിൽ ഞങ്ങൾ ഇങ്ങനെ പറയട്ടെ, ദൈവജനം ലോകരാജ്യങ്ങൾ ഈ ജീവിതങ്ങൾക്ക് വേണ്ടി നമ്മുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവ് അത്ഭുതകരമായി വിടുതൽ നൽകുന്നു. ഞങ്ങളുടെ കെട്ടുകണക്കിന് വിടുതലിന്റെ സാക്ഷ്യങ്ങൾ കർത്താവ് തന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ടെലിഫോൺ ഞാൻ എടുക്കട്ടെ. ഹലോ 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 ഞാൻ കൊൽക്കത്തയിൽ നിന്ന് ഗ്രീഷ്മയാണ് വിളിക്കുന്നത്. എനിക്കിന്ന് ഒരു എക്സാം ഉണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാം ആണ്. അതിനുവേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. അതിൻ്റെ കൂടെ തന്നെ എനിക്കൊരു സാക്ഷ്യവും പറയാനുണ്ട്. ഞാൻ കഴിഞ്ഞൊരു എക്സാമിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വിളിച്ച് പറഞ്ഞിരുന്നു. എൻ്റെ സ്ട്രീമിൽ നല്ല മാർക്ക് കിട്ടിയവരിൽ ഒരാൾ ഞാനാണ്. അതിനുവേണ്ടി പ്രാർത്ഥിച്ച ഓരോരുത്തർക്കും നന്ദി പറയുന്നു. താങ്ക് യു ഗ്രീഷ്മ പ്രേം കേരള കുടുംബാംഗമാണ്. നമ്മളെല്ലാവരും കൂടെയാണ് പ്രാർത്ഥിച്ച് ഗ്രീഷ്മയെ കൊൽക്കട്ടയിലേക്ക് അയച്ചത്. ഗ്രീഷ്മയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു എക്സാമാണ് ഇന്ന് ഉള്ളത്. കൽക്കട്ടയുടെ സ്ട്രീറ്റിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഗ്രീഷ്മ നമ്മളോടൊപ്പം ടെലഫോണിൽ വന്നിരിക്കുന്നത്. ആ എക്സാമിൽ നല്ല സ്കോർ ഉണ്ടാകേണ്ടതിന് തീർച്ചയായിട്ടും നമ്മൾ പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ചത് നമ്മൾ വിദ്യാർത്ഥിനികൾക്ക് വേണ്ടി പ്രത്യേകം ഫോക്കസ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന ഒരു ദിവസം കൂടെയാണ്. യേശു ആയിരക്കണക്കിന് വിദ്യാർത്ഥിനികൾക്ക് ഉയർന്ന വിജയങ്ങൾ ദൈവം നൽകുന്നത് കാണുന്നു. 3 മാസം മുമ്പ് പ്രൈസ് കേരളയിൽ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നു. ഭാര്യയ്ക്ക് നോർമൽ ഡെലിവറി നടന്നു, സഹോദരിയുടെ വിവാഹം നടന്നു. പ്രാർത്ഥന കേരളത്തിൽ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇത് പ്രവീണാണ് ട്രിവാൻഡ്രത്തുനിന്ന് അറിയിക്കുന്നത്. 25 വർഷമായിരുന്ന മുട്ടുവേദന പ്രൈസ് കേരളയിൽ പ്രാർത്ഥിച്ച് വേദന പൂർണ്ണമായി മാറി. ത്രേസ്യാമ തോമസ് ആണ് റാന്നി ചെല്ലക്കാടിൽ നിന്ന് അറിയിക്കുന്നത്. റാന്നി പത്തനംതിട്ട ജില്ലയുടെ വിവിധ മേഖലകളിൽ നിന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് പ്രത്യേകം വന്ദനവും സ്നേഹവും അറിയിക്കുന്നു. പല സ്ഥലങ്ങളിലും ആദ്യമായിട്ടാണ് ഇപ്പോൾ ഈ ശുശ്രൂഷ എത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും വലിയ നന്മയുടെ ദിവസങ്ങൾ തന്നെ. 1.25 വയസ്സുള്ള കുഞ്ഞ് മണ്ണെണ്ണ കുടിച്ചു. പ്രൈസ് കേരളയിൽ ആംബുലൻസിൽ കയറ്റി കുഞ്ഞിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന നിമിഷം തന്നെ പ്രൈസ് കേരളയിൽ വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിച്ചു. യേശു അത്ഭുതകരമായി സൗഖ്യം കുഞ്ഞിന് നൽകി. ഒരു കേടുമില്ലാതെ കുഞ്ഞ് ആരോഗ്യത്തോടെ ആയിരിക്കുന്നു. ഇത് പ്രവീണയാണ് കാട്ടാക്കട എന്ന് അറിയിക്കുന്നത്. പിതാവിന്റെ കാലിൽ ഇഞ്ചക്ഷൻ മുള്ളുകൊണ്ടതാണ്. ഷുഗർ ലെവൽ കൂടുതലാണ്. ഒരുപാട് വിടുതലിന്റെ സാക്ഷ്യങ്ങൾ ഞാനത് പിന്നീട് വായിക്കാം. ഇപ്പോൾ തന്നെ 2 കരങ്ങൾ നിവർത്തി ഈ ഓൾട്ടറിൽ വെച്ചിരിക്കുന്ന വിഷയങ്ങൾക്കായി നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ, പിതാവേ, ഈ ഓൾട്ടറിൽ വെച്ചിരിക്കുന്ന ഓരോ ജീവിതങ്ങളെയും അവർ പ്രദാനം ചെയ്യുന്ന വിഷയങ്ങളെയും നിന്റെ ബലമുള്ള കരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മെൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം യേശുവേ, അവിടുത്തെ അതേ അധികാരത്തിൽ അവിടുന്ന് വിശ്വസിക്കുന്നവരിലേക്ക് പകർന്ന അതേ അധികാരത്തിൽ തന്നെ നിന്ന് ഇന്ന് പകൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ മക്കളോട് കരുണ തോന്നി. അവിടുത്തെ ദയനിമിത്തം അവരുടെ കണ്ണുനീരിനെ അവിടുന്ന് തുടയ്ക്ക്. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ പൂർണ്ണ സൗഖ്യം ഈ ഓരോ പ്രിയപ്പെട്ടവർക്കും ഉണ്ടാകട്ടെ. അവിടുന്ന് അത് ചെയ്തതിന് ഞങ്ങൾ നന്ദി പറയുന്നു. വിശേഷ രോഗികൾ രോഗമുള്ള ഭാഗത്ത് കരങ്ങൾ വെച്ചാട്ട് യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പോൾ തന്നെ തികഞ്ഞ സൗഖ്യം യേശുവിൻ
നാമത്തിൽ ഉണ്ടാകട്ടെ. അത്ഭുതകരമായ സൗഖ്യം യേശുവിന്റെ നാമത്തിൽ തല മുതൽ പാദം വരെ ഓരോരുത്തരും അനുഭവിക്കട്ടെ. ക്യാൻസർ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഗ്രോത്തുകൾ, വളർച്ചകൾ, കട്ടികൾ, മുഴകൾ യേശുവിന്റെ നാമത്തിൽ ശരീരങ്ങളിൽ നിന്ന് മാറിപ്പോകട്ടെ. ഇപ്പോൾ തന്നെ യേശുവിൻ നാമത്തിൽ ദൈവിക സൗഖ്യം അവരനുഭവിക്കട്ടെ. അവിടുന്ന് അത് ചെയ്തതിന് നന്ദി പിതാവേ, യേശുവിൻ നാമത്തിൽ പിതാവേ. ഈ മാസം 4-ാം തീയതി എറണാകുളം YMCA നമ്മൾ ഒന്നിച്ച് പ്രൈ കേരള കുടുംബാംഗങ്ങൾ രാവിലെ 11:30 മുതൽ 12:30 വരെയുള്ള 1 മണിക്കൂർ സമയം നമ്മൾ ഒന്നിച്ചു കൂടി പ്രാർത്ഥിക്കും. ശേഷം അത്യാവശ്യമായി വ്യക്തിപരമായി പ്രാർത്ഥിക്കേണ്ടവർക്ക് വേണ്ടി ഒന്നിച്ച് പ്രാർത്ഥിക്കുവാനുള്ള അവസരം കൂടി ഉണ്ടാകും. അതോടൊപ്പം 5-ാം തീയതി ശനിയാഴ്ച രാവിലെ 11 മണി മുതൽ 3:30 വരെയുള്ള സമയത്ത് ട്രിവാൻഡ്രത്ത് സത്യൻ മെമ്മോറിയൽ ഹാളിൽ പ്രൈ കേരള കുടുംബാംഗങ്ങൾ ഉണ്ടാകും. 1 മണിക്കൂർ സമയം നമ്മൾ പൊതുവായിട്ട് ഒന്നിച്ച് പ്രാർത്ഥനയുണ്ടാകും. ഈ വർഷത്തിന്റെ ആരംഭ മാസത്തിൽ, പുതിയ വർഷത്തിന്റെ ആരംഭ ദിവസത്തിൽ ദൈവത്തിന്റെ ആത്മാവിൽ നിന്ന് ലഭിച്ച ഒരു ആലോചന ദൈവജനത്തെ അറിയിച്ച് നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കും. തീർച്ചയായിട്ടും കടന്നു വരിക. ദൈവം നമ്മെ സഹായിക്കട്ടെ. 2 കരങ്ങളും ഉയർത്തുമ്പോൾ എറണാകുളത്തുമുള്ള നമ്മുടെ കുടുംബ സംഗമത്തിന്റെ വിവരങ്ങൾ അറിഞ്ഞല്ലോ. തീർച്ചയായിട്ടും അവിടെയുള്ള എല്ലാവരും കടന്നു വരണം. നമ്മുടെ പ്രിയപ്പെട്ടവരെ അറിയിക്കണം. നമ്മൾക്ക് ഒന്നിച്ചു കൂടുവാനും ദൈവത്തെ ആരാധിപ്പാനും മഹത്വപ്പെടുത്തുവാനും ദൈവം ചെയ്ത വിടുതലുകളെ കുറിച്ച് പറയാൻ നല്ലൊരു അവസരമായിരിക്കും. കടന്നു വരിക. ദൈവത്തിന്റെ വലിയ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട്. തിരുവല്ലയിൽ നിന്ന് അച്ഛൻ കുഞ്ഞ് വിളിച്ചു വന്നിരിക്കുന്നത് മകൾക്ക് ഇന്ന് BSc നഴ്സിംഗിന്റെ എക്സാം തുടങ്ങാൻ വളരെ പ്രയാസമുള്ള സബ്ജക്റ്റാണ് ഇന്ന് നടക്കുന്നത്. പ്രത്യേകമായി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്ന പല എക്സാം ഇന്റർവ്യൂവിന് വേണ്ടിയുള്ള അനേകർ വിളിച്ചു വന്നിരിക്കുന്നു. നമുക്ക് അവരെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഉന്നതമായ ഉയർന്ന നിലയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ കടന്നു വരേണ്ടതിനായി നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. തിരുവല്ലയിൽ നിന്ന് മാത്യൂസ് വിളിച്ചു പറഞ്ഞിരിക്കുന്നത് മരുമോന്റെ മദ്യപാനം മാറേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ ദിവസങ്ങളിൽ പ്രേംകലയിലേക്ക് വരുന്ന അനേകം കോളുകൾ മദ്യപാനത്തിൽ നിന്ന് ജീവിതങ്ങൾ വിടുവിക്കപ്പെടേണ്ട ആവശ്യങ്ങളുമായിട്ട് അനേകം കുടുംബങ്ങളുടെ സമാധാനം അതും മാറിപ്പോന്നു. പ്രിയപ്പെട്ട സഹോദരൻ, ആരെങ്കിലും ഞങ്ങൾ മദ്യപിക്കുന്ന ആരെങ്കിലും ഈ ആരാധന പങ്കെടുക്കുന്നു, തീർച്ചയായും ഇന്ന് പാലൊരു തീരുമാനം എടുത്താട്ടെ. യേശുവിന്റെ സന്നിധിയിൽ തീരുമാനം എടുത്താട്ടെ. കർത്താവിനോട് പ്രാർത്ഥിച്ചാട്ടെ, കർത്താവെ എന്നെ അതിൽ നിന്നൊരു സ്വാതന്ത്ര്യത്തിന് അയക്കണം. തീർച്ചയായിട്ടും നിങ്ങളുടെ കുടുംബത്തിൽ ദൈവിക സമാധാനത്തെ നിറയ്ക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അത് ദൈവം അതിനായി നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ആ കുടുംബത്തിന് വേണ്ടി വളരെയധികം പ്രാർത്ഥിക്കണമെന്നും കൂടെ അറിയിച്ചിട്ടുണ്ട്. മക്കളുടെ പഠനം അനുഗ്രഹിക്കപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്ന ആലപ്പുഴയിൽ നിന്ന് ദേവസ്യ വിളിച്ച് പറഞ്ഞിരിക്കുന്ന ഹാർട്ടിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞാണ്. എന്നാൽ ചെറു അസ്വസ്ഥതകളിലൂടെ ഇപ്പോൾ കടന്നു പോകുന്നു. അവർ കുടുംബമായി അനുഗ്രഹിക്കപ്പെടേണ്ടതിന് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വരേണ്ടതിന് വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നു. അപ്പോൾ നമുക്ക് ഒന്നിച്ച് ഇന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് പല ഇന്റർവ്യൂ നടക്കുന്നവർക്ക് വേണ്ടി, എക്സാം നടക്കുന്നവർക്ക് വേണ്ടി, പലതരമായ പല ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ലൈസൻസിന് ടെസ്റ്റിന് വേണ്ടി അനേകർ പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ കൃപ ഓരോരുത്തരും മേൽപ്പാറേണ്ടതിനായി. അതുപോലെ മദ്യപാനത്തിന്റെ ശക്തികൾ ഓരോ കുടുംബത്തിൽ നിന്ന് മാറിപ്പോയി ദൈവത്തിന്റെ സമാധാനം സ്വസ്ഥതയും ഉണ്ടാകണം. നമുക്ക് ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒന്നിച്ച് ചേർന്ന് ഞങ്ങൾ പ്രേംകലയിലുള്ള ഓരോ കുടുംബങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. വിശേഷ മദ്യത്തിന്റെ ശക്തികൾ ഓരോ കുടുംബത്തിൽ നിന്ന് പുറത്തു പോകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജീവിതങ്ങൾ സ്വാതന്ത്ര്യം വരുമാറാകട്ടെ. ഇപ്പോൾ കർത്താവേ, ഞങ്ങൾ പറഞ്ഞിരിക്കുന്നു മാത്യുവിന്റെ മരുമോന് വേണ്ടി ഞങ്ങൾ വിശേഷ പ്രാർത്ഥിക്കുകയാണ്. ആ കുടുംബത്തിന്റെ ദൈവത്തിന്റെ സമാധാനം പകരുന്നതോടൊപ്പം തന്നെ കർത്താവ് പ്രേംകലയിൽ ഏതെങ്കിലും കുടുംബം മദ്യപാനത്തിന്റെ ശക്തിയിൽ കെടുതി അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പാൽ ഞങ്ങൾ ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ സമാധാനം അവിടെ വ്യാപരിക്കുമാറാകട്ടെ. വിശേഷ കർത്താവ് ഇന്ന് എക്സാം എഴുതുന്ന ഓരോ കുഞ്ഞുങ്ങളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. BSc എക്സാം എഴുതുന്ന നമ്മൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കൃപ കൂടെ ഇരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എക്സാം നന്നായി എഴുതി നല്ല മാർക്കോടെ പാസ്സാകാൻ അങ്ങ് സഹായിച്ചാട്ടെ. കൃപയ്ക്കുള്ളിൽ അങ്ങ് പൊതിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓപ്പറേഷൻ കഴിഞ്ഞതായ സഹോദരന് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ സൗഖ്യത്താൽ അദ്ദേഹം നിറയപ്പെടുമാറാകട്ടെ. ദൈവത്തിന്റെ സ്വസ്ഥത അദ്ദേഹം അനുഭവിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ കർത്താവ് ഇത് ചെയ്യുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ഹംസത്ത് പാലാരിവട്ടത്ത് വിളിച്ചിരിക്കുന്നു. പിടരി മുതൽ നടുവര വേദന. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആ സഹോദരനെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആ പിടരി മുതൽ നടുവരെയുള്ള വേദന എന്റെ കർത്താവ് തൊട്ട് സൗഖ്യമാക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. തിരുവനന്തപുരത്ത് നിന്ന് ലിസി വിളിച്ചിരിക്കുന്നു. സഹോദരി മഞ്ജു, ചെവിയിലെ ഇൻഫെക്ഷൻ ഉണ്ട്, വലത് കൈ തളർന്നു, ചെവി വേദന, ശരീരം മുഴുവനും മറ്റു പ്രയാസങ്ങളാൽ ഭാരപ്പെടുന്നു. അതിനെ പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ലിസയുടെ സഹോദരി മഞ്ജുവിനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവെ, ആ ജീവിതത്തിന്റെ ശാരീരികമായിട്ടുള്ള എല്ലാ പ്രയാസങ്ങളിൽ നിന്നും വിടുവിച്ചാട്ടെ കർത്താവെ. പൂർണ്ണ സൗഖ്യം ഇപ്പോൾ ആ ശരീരത്തിൽ ഉണ്ടാവട്ടെ കർത്താവെ. ആ ചെവിവേദനകൾ മാറട്ടെ, ഇൻഫെക്ഷൻ മാറട്ടെ കർത്താവെ. പൂർണ്ണ ആരോഗ്യത്തെ ഞങ്ങൾ കൽപ്പിക്കുന്ന കർത്താവെ. തളർന്നിരിക്കുന്ന കർത്താവെ, ആ ശരീര അവയവങ്ങൾക്ക് വേണ്ട ദൈവിക ജീവനെ ഞങ്ങൾ കൽപ്പിച്ചാക്കുന്നു കർത്താവെ. യേശുവിന്റെ നാമത്തിൽ. ലീല കൊല്ലത്തിന് വിളിച്ചിരിക്കുന്നു. വലത് കാലിന്റെ മുട്ടിന് പിടുത്തം, 2 കാലിനും മാറി മാറി വരുന്നു. പ്രാർത്ഥിക്കണം. സൗഖ്യമാക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആ സഹോദരിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ആ കാലിന്റെ മുട്ടിന്റെ വേദന എന്റെ കർത്താവ് സൗഖ്യമാക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു.
യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കോഴിക്കോട് നിന്ന് ഗ്രേസി വിളിച്ചിരിക്കുന്നു. കിണർ കുഴിക്കുവാൻ പോകുന്നു, പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. കർത്താവേ, ആ ജീവിതത്തിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവർ ആ കിണർ കുഴിക്കുമ്പോൾ തന്നെ കർത്താവേ, നിന്റെ തിരുസാന്നിധ്യം കൂടെ ഇരിക്കും വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവർ ഉദ്ദേശിക്കുന്നതിലും വേഗത്തിൽ പെട്ടെന്ന് തന്നെ കർത്താവേ അവർക്ക് വെള്ളം കിട്ടുവാൻ തൊക്കണം. കർത്താവേ, ഭൂമിയുടെ ഉറവുകളെ നീ തുറക്കുമാരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, യേശുവിന്റെ നാമത്തിൽ തന്നെ. യേശുനാമം പരിശുദ്ധം, പരിശുദ്ധം എന്നെന്നുമേ. ഏപ്രിൽ 1-ാം തീയതി മുതൽ റെയിൻ കേരള ശുശ്രൂഷ തികച്ചും വ്യത്യസ്തമായ നിലയിലായിരിക്കും. പരിശുദ്ധാത്മാവ് നമുക്ക് നൽകാൻ പോകുന്നത് ലോകരാജ്യങ്ങളിൽ ഇതുവരെയും ഒരു പ്രാവശ്യം പോലും വിളിച്ചിട്ടില്ലാത്തവർ പോലും ധാരാളമായി ഈ ശുശ്രൂഷയിലേക്ക് വിളിക്കുന്നു. ഞങ്ങളുടെ ഈ സിറ്റുവേഷനിൽ പ്രത്യേകിച്ച് കൊടുത്തു തീർക്കേണ്ട ബില്ലുകളുടെ മുമ്പിൽ ഞങ്ങളുടെ കൂടെ സഹായത്തിനു വേണ്ടി പലരും സന്മനസ് കാട്ടുന്നതിൽ പ്രത്യേകം നന്ദി ഞങ്ങൾ അറിയിക്കുന്നു. അമർത്തിക്കുലയ്ക്ക് നല്ല പ്രതിഫലം ദൈവം ഓരോരുത്തർക്കും നൽകിത്തരും. ഫ്രണ്ടിന്റെ അമ്മ സ്മിത ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഹോസ്പിറ്റലായിരുന്നപ്പോൾ റെയിൻ കേരളയിൽ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ ഒമാനിൽ നിന്ന് ഒരു മിസ്സസ് ആനി തയ്യാറായി. ആ പ്രാർത്ഥനയുടെ ഫലം പൂർണ്ണ സൗഖ്യം ആ മാതാവിന് യേശു നൽകിക്കൊടുത്തു. ബ്രദർ കുഞ്ഞച്ചൻ മോളിയാണിത് കുന്നനാനത്തുനിന്ന് അറിയിക്കുന്നത്. യൂറിൻ പാസ് ചെയ്യുമ്പോൾ പ്രോബ്ലം ഉണ്ടായിരുന്ന ട്യൂബ് ഇട്ടിരിക്കുകയായിരുന്നു. യേശു അത്ഭുതകരമായ സൗഖ്യം നൽകിത്തന്നു. ഞാൻ റെയിൻ കേരള അംഗമാണ്. വിസിറ്റ് വിസയ്ക്ക് വേണ്ടി പ്രാർത്ഥന അപേക്ഷിച്ചിരുന്നു. റെയിൻ കേരളയിൽ വിസിറ്റ് വിസയും ജോബ് വിസയും ലഭിച്ചു. 3rd ദുബൈയിലേക്ക് പോകും. ഇന്ന് പകൽ വിദ്യാർത്ഥിനികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോകുക. അതോടൊപ്പം തന്നെ ഒരു വരുമാനം, ബിസിനസ്സിലാകട്ടെ ജോലിയിലാകട്ടെ പുതിയ ജോലിയാകട്ടെ എല്ലാം നൽകി തരുന്ന കർത്താവിന്റെ കരങ്ങളിലേക്ക് ആവശ്യഭാരങ്ങളുടെ മുമ്പിലായിരിക്കുന്നവർ 2 കരങ്ങളും ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ കർത്താവേ, വിദ്യാർത്ഥിനികൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എക്സാമിൽ അവിടുത്തെ കൃപ അവരോട് കൂടെ ഇരിക്കണം. ഏതെങ്കിലും ക്വാളിഫയിങ് എക്സാംസ് എഴുതുന്നവരുണ്ട്, ഇന്റർവ്യൂസിൽ പങ്കെടുക്കുന്നവരുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അവരെ അനുഗ്രഹിക്കുമ്പോൾ അവിടുത്തെ സാന്നിധ്യം കൂടെ ഇരിക്കണമേ. അവര് നല്ല നിലയിൽ ഉയർന്ന വിജയത്തോടെ പുറത്തു വരട്ടെ. അത് അവർക്ക്, അവരുടെ കുടുംബങ്ങൾക്ക്, അവർ മറ്റനേകർക്ക് അനുഗ്രഹമായി തീരുവാൻ അവിടുന്ന് ഇടയാക്കും. കർത്താവിന്റെ കൃപ കൂടെ ഇരുന്നാട്ട് എല്ലാവിധ നന്മ കൊണ്ടും നിറയ്ക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവേ, യേശുവിന്റെ നാമത്തിൽ അവരെ അനുഗ്രഹിക്കുന്നു. ജോലിയില്ലാതെ വരുമാനത്തിൽ തളർന്നിരിക്കുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഒരു വർധനവ് അവർക്കുണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെട്ടിട്ട് നന്മ കൊണ്ട് നിറയ്ക്കണം. യേശുവിൻ നാമത്തിൽ പിതാവേ. ആമേൻ. നമ്മുടെ രാജ്യത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മളിപ്പോൾ പോവുകയാണ്. പ്രത്യേകിച്ച് നമ്മൾ ഇന്ത്യ ഒരു ഇലക്ഷന് വേണ്ടി നേരിടാൻ പോവുകയും നമ്മൾക്ക് പ്രാർത്ഥിക്കാൻ ദൈവിക സമാധാനപരമായ ഒരു ഇലക്ഷൻ നമ്മുടെ രാജ്യത്ത് നടക്കണം. ദൈവത്തിന് ഹിതമുള്ളൊരു നല്ലൊരു പാർട്ടി, നല്ലൊരു ഭരണം നടത്തുന്നതിന് പ്രാർത്ഥിക്കാൻ ദൈവത്തിൻ്റെ കൃപ നമ്മുടെ രാജ്യത്തുമേൽ വ്യാപരിക്കേണ്ടതിന് വേണ്ടി നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കണം. നമ്മുടെ ഈ കേരളം, നമ്മൾ ഇവിടെ ആയിരിക്കുമ്പോൾ നമ്മൾ ലോക രാജ്യങ്ങൾക്ക് അനുഗ്രഹമാകണമെന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നമ്മൾ ഓരോരുത്തരെ കുറിച്ചും ആഗ്രഹിക്കുന്നത് നമുക്ക് വിശേഷ നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. നടക്കാൻ പോകുന്ന ഇലക്ഷന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോകും. നമ്മളത് പ്രാർത്ഥിക്കാൻ വേണ്ടി എന്ന് പാസ്റ്റർ വിനോദ് കൊണ്ടുവരുന്നത് നമ്മളോടൊപ്പം ഉണ്ട്. ഈ ദിവസങ്ങളിൽ അനേകം ദൈവദാസന്മാർ നമ്മളോടൊപ്പം ഉണ്ടായിരിക്കും. ഇപ്പോൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമ്മളെല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ പാസ്റ്റർ വിനോദ് ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുമായിരിക്കും. Let us pray all together. Thank you, Lord. Pray for our upcoming election. Our country should ruled by God's Lord. people according to the will of God. Now in Andhra election is going on. Pray all together. Let us pray. Our gracious Heavenly Father, we thank you for this wonderful morning. We are praying for our country. Our country should ruled by God's people according to your will. ప్రభా, నీ కృపలో భద్రపరచండి భారతదేశం అంతా నాయనా. నాయనా, ఇదిగో ప్రభా, రక్షించబడాలి ప్రభువా. నాయనా, నీ నామం ఎరిగిన ప్రజలు ఈ రాజ్యాన్ని పరిపాలించాలి ప్రభువా. మీకు స్తోత్రాలు చెల్లిస్తున్నాము నాయనా. ప్రభా, భారతదేశంలో ఉన్న ప్రతి ఒక్క బిడ్డ నీ నామాన్ని ఎరిగి ఉండులాగున, నీ చిత్తం ఈ రాజ్యములో జరుగులాగున సహాయం చేయండి ప్రభువా. నాయనా, నీ మహిమ ఈ రాజ్యం మీదకి వచ్చినట్లు సహాయం చేయండి. ప్రతి దుష్ట కార్యాలని తొలగించమని ప్రార్థన చేస్తున్నాం అయ్యా. ఈ కార్యక్రమం ద్వారా ఎందరైతే చూస్తూ ఉన్నారో, ఏకీభవిస్తూ ఉన్నారో నాయన, ప్రతి ఒక్కరి మీద నీ కృపను దయచేయమని యేసు పరిశుద్ధ నామమును బట్టి అడుగుచున్నాను తండ్రి. ఆమేన్. ആമേൻ. ആമേൻ. സിൽവി ആലപ്പുഴയിൽ അറിയിക്കുന്ന 17 വർഷമായി വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. റെയിൻ കേരളയിൽ പ്രാർത്ഥിച്ചു സ്ഥലം വാങ്ങുവാൻ ഇന്ന് അഡ്വാൻസ് കൊടുക്കുന്നു.
യേശു എത്ര നല്ലവൻ. ജസ്ന മംഗലാപുരത്ത് അറിയിക്കുന്നത് ബ്രെയിൻ കേരളയിൽ പ്രാർത്ഥിച്ചു. നഴ്സിംഗിന്റെ എക്സാമിന് നല്ല വിജയ ശതമാനം കിട്ടി. പ്രാർത്ഥിച്ചു. ബ്രെയിൻ കേരളയിലെ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. മോഹനൻ നായർ വെന്റിലേറ്ററിലായിരുന്നു. ബ്രെയിൻ കേരളയിൽ പ്രാർത്ഥിച്ചു. വെന്റിലേറ്ററിൽ നിന്നും മാറ്റി. ആശ ട്രിവാൻഡ്രത്ത് നിന്ന് അറിയിക്കുന്നത്. മിസ്റ്റർ മാത്യു നമ്മെ അറിയിക്കുന്നത് പ്രാർത്ഥന കേരളത്തിൽ പ്രാർത്ഥിച്ചു, വിസ ലഭിച്ചു, നന്ദി. മറിയാമ്മ ഡേവിഡ് പുനലൂർ അറിയിക്കുന്നത് മകൾ IELTS എക്സാം എഴുതുന്ന സമയത്ത് ബ്രെയിൻ കേരളയിൽ പ്രാർത്ഥിച്ചു. 7.5 പോയിന്റ് മാർക്ക് കിട്ടി. പ്രാർത്ഥിച്ച ഓരോ വ്യക്തിക്കും ബ്രെയിൻ കേരളയിൽ നന്ദി അറിയിക്കുന്നു. നല്ല മകന് നല്ല വിവാഹം നടക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വിശേഷ നമ്മോട് അറിയിച്ചിട്ടുണ്ട്. ഗ്രേസി തൃശ്ശൂർ എന്നറിയിക്കുന്ന ജീവിതത്തിലെ ഏക ആശ്വാസം ബ്രെയിൻ കേരള മാത്രം. തീർച്ചയായിട്ടും ബ്രെയിൻ കേരളയിൽ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുന്ന യേശുവാണ് ഏക ആശ്രയം. യേശുവാണ് നമ്മുടെ ഏക പ്രതീക്ഷ. യേശുവാണ് നമ്മുടെ ഏക ഭാവി. ആ യേശുവിൽ നമുക്ക് എല്ലാം ഉണ്ട്. ആ യേശുവിൽ തന്നെ വിശ്വസിക്കുക. പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ 2 മാസം മുമ്പ് പ്രാർത്ഥിച്ചു. ആനിയാണിത് കാലടിയിൽ നിന്ന് അറിയിക്കുന്നത്. ഭർത്താവിന്റെ മദ്യപാനം പൂർണ്ണമായി മാറി. സഹോദരങ്ങളെ, ശാസ്ത്രീയമായ സമീപനം കൊണ്ട് മദ്യപാനം ഒരു വ്യക്തിയുടെ ശരീരത്തിൽ നിന്ന് പോയാൽ 2 വർഷം 3 വർഷം 4 വർഷം കഴിയുമ്പോൾ വീണ്ടും അത് തിരികെ വരാം. കാരണം ആ സംഭവം രക്തത്തിൽ തന്നെ കിടക്കുക. ഭൗതികമായ തീരുമാനങ്ങൾ കൊണ്ട് ഒരു വ്യക്തി മദ്യപാനത്തിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിച്ചാലും അത് തിരികെ വരാം. എന്നാൽ യേശു ഒരുവനെ സ്വതന്ത്രനാക്കുമ്പോൾ നമ്മുടെ രക്തത്തിൽ നിന്നാണ് ആ മദ്യത്തിന്റെ ആസക്തി പോകുന്നത്. മദ്യത്തിന്റെ അംശമല്ല പോകുന്നത്. മദ്യത്തിലേക്ക്, അനർത്ഥത്തിലേക്ക്, തകർച്ചയിലേക്ക്, അടിമത്തങ്ങളിലേക്ക് നമ്മെ കൊണ്ടുപോകുന്ന ആ ആസക്തി, ആ ആത്മാവ്, ആ ദുരാത്മാക്കളുണ്ട്. അവ മുഴുവനാ നമ്മിൽ നിന്ന് പോകുന്നത്. പിന്നീട് ഒരിക്കലും ആ ജീവിതത്തിന് മദ്യത്തോടുള്ള താല്പര്യം തന്നെ ഉണ്ടാകുന്നില്ല. സോ ഇന്ന് പകൽ നൂറുകണക്കിന് ജീവിതങ്ങളുടെ വിടുതൽ ഞങ്ങൾ മദ്യപാനത്തിന്റെ കെടുതിയിൽ നിന്ന് അനുഭവിക്കുന്നത് കേൾക്കുന്നത് കൊണ്ട് മദ്യപാനത്താലും മറ്റ് ദുസ്വഭാവങ്ങൾക്കും അടിമകളായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. ആ 2 അങ്ങനെയുള്ള ഒരു വ്യക്തി താങ്കളുടെ വീട്ടിലോ താങ്കളുടെ അറിവിലോ ഉണ്ടെങ്കിൽ 2 കരങ്ങൾ ഉയർത്തി എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ചാട്ട്. യേശുവിന്റെ നാമത്തിൽ ഈ പകൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മദ്യപാനത്തിന്റെ കെടുതി നിമിത്തം തകരുന്ന ആയിരക്കണക്കിന് ജീവിതങ്ങൾ, കുടുംബങ്ങൾ ഞങ്ങളുടെ സമൂഹത്തിലുണ്ട്. എന്റെ കർത്താവേ, നിന്റെ കരം അവർക്ക് വേണ്ടി അവരിൽ വെക്കണമേ. ആ മദ്യത്തിലേക്ക്, മയക്കുമരുന്നുകളിലേക്ക്, ദുസ്വഭാവങ്ങളിലേക്ക് അവരെ നയിക്കുന്ന എല്ലാ പൈശാചിക ശക്തികളും യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ അവരിൽ നിന്ന് വിട്ടുമാറുവാൻ ഞങ്ങൾ കൽപ്പിക്കുന്നു. യേശുവിന്റെ സ്വാതന്ത്ര്യം വ്യക്തമായിട്ട് അവർക്കുണ്ടാകട്ടെ. കുടുംബങ്ങളിൽ, ജീവിതങ്ങളിൽ വ്യക്തമായ സമാധാനം യേശുവിന്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. അവിടുന്ന് അത് ചെയ്തത് കൊണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു. യേശുവിൻ നാമത്തിൽ പിതാവേ. ഒരു ടെലിഫോൺ ഞാൻ എടുക്കട്ടെ. ഹലോ ഹലോ, പ്രൈസ് ലോർഡ്. എനിക്കൊരു വിഷയം പറയാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചത്. എന്റെ ഇന്നലെ അമ്മായിക്ക് ഇന്നലെ ഓപ്പറേഷൻ ഇന്നലെ ഉണ്ടായിരുന്നു മെഡിക്കൽ കോളേജിൽ വെച്ചിട്ട്. ഇന്നലെ ബൈക്കിൽ വീഴുന്നതായിരുന്നു. അങ്ങനെ ഇപ്പോഴും ഓപ്പറേഷൻ കഴിഞ്ഞു. പക്ഷെ ഇതുവരെയും ബോധമൊന്നും വന്നിട്ടില്ല. അത് പാസ്റ്റർ ഞാൻ ടി വിയിൽ കണ്ടുകൊണ്ട് പ്രോഗ്രാം കണ്ടോണ്ടിരുന്നതാണ്. അങ്ങനെ ഇപ്പം വിളിച്ചത്. ഞാനിപ്പോ മെഡിക്കൽ കോളേജിൽ നിൽക്കുകയാണ്. ഇപ്പൊ മെഡിക്കൽ കോളേജിലാണോ നിൽക്കുന്നത്? ഇപ്പോൾ എവിടെ നിൽക്കുന്നേ? ഞാൻ ഇപ്പോഴും വിളിക്കുന്നത് മെഡിക്കൽ കോളേജിൽ നിന്നാണ് വിളിക്കുന്നത്. മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നാണ് വിളിക്കുന്നത്. IC വാർഡിലാണ്. ബോധമൊന്നും ഇതുവരെയും വന്നിട്ടില്ല. ഓക്കെ, വിളിക്കുന്ന ആളുടെ പേരോടൊന്ന് പറയാമോ? പേര് കുമാരി ചിത്ര. പേഷ്യൻസിന്റെ പേര് കുമാരി ചിത്ര. കുമാരി ചിത്ര. അതെ. ഓക്കെ, വിളിക്കുന്ന ആളുടെ പേരോടൊന്ന് പറയാമോ? എന്റെ പേര് ലിജോ. ലിജോ, യേശു പൂർണ്ണമായി സൗഖ്യം നൽകിത്തരും. ആ അമ്മ ഇപ്പോൾ തന്നെ ഓർമ്മയിലേക്ക് കടന്നു വരും. യേശു അത്ഭുതങ്ങളുടെ കർത്താവ്. മെഡിക്കൽ കോളേജ് ഏത്? ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജാണോ? എന്തോ? ഏത് മെഡിക്കൽ കോളേജിലെ? കോട്ടയത്താണോ അതോ ട്രിവാൻഡ്രത്താണോ? ഇത് മെഡിക്കൽ കോളേജ് നമ്മുടെ മെയിൻ ഹോസ്പിറ്റൽ ഉണ്ടല്ലോ മെഡിക്കൽ കോളേജ്. അല്ല, അത് ഏത് സ്ഥലത്താ? തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നാണ്. ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ നിന്നുകൊണ്ടാണ് ഈ ചെറുപ്പക്കാരൻ ലിജോ, അദ്ദേഹത്തിൻ്റെ ശബ്ദം കേട്ടൊരു ചെറുപ്പക്കാരൻ തോന്നുന്നു, അദ്ദേഹം ഈ ടെലിഫോണിൽ വന്നിരിക്കുന്നത്. ലിജോ, ബൈബിൾ പറയുന്നു, ദൈവം നമ്മുടെ വിശ്വാസത്തെ ഒരിക്കലും തള്ളിക്കളയത്തില്ല.
യേശുവിൻ്റെ കരങ്ങളിലേക്ക് ഇന്ന് പകൽ പ്രൈം കേരള കുടുംബാംഗങ്ങൾ ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിച്ച് ഇൻറ്റൻസീവ് കെയർ യൂണിറ്റുകളിൽ, നിയോനാറ്റൽ ക്ലിനിക്കുകളിലും മറ്റുമായിട്ട് ഒരുപാട് ജീവിതങ്ങൾ ഇപ്പോൾ അബോധാവസ്ഥയിലും പ്രയാസത്തിലൂടെ കൂടെ ആയിരിക്കുമ്പോൾ നമുക്കിന്ന് പകൽ കരങ്ങൾ വിശ്വാസത്തിൻ്റെ അടയാളമായി പ്രൈം കേരള കുടുംബാംഗങ്ങൾ ഒന്നിച്ച് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാം. ഈ ജീവിതം പൂർണ്ണ സൗഖ്യത്തിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ പൂർണ്ണ സൗഖ്യം സുബോധത്തിലേക്ക് വരട്ടെ യേശുവിന്റെ നാമത്തിൽ. ആ ബാക്ക് ആക്സിഡന്റിൽ അകപ്പെട്ട് ക്ലേശങ്ങളിലൂടെ പോകുന്ന മാതാവ് ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ, നോർമലായി തീരട്ടെ 100%. ഓരോ ജീവിതം അതുപോലെ തന്നെ വിഷമിക്കുന്ന ജീവിതങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. അവിടുന്ന് അത് ചെയ്തത് കൊണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു യേശുവിൻ നാമത്തിൽ പിതാവേ. വിളിച്ചിരിക്കുന്നു മകൾ ബാംഗ്ലൂരിൽ ഇന്റീരിയർ ഡിസൈനർ ഏകദേശം 7 ലക്ഷം രൂപയുടെ പ്രൊജക്ട് ചെയ്തതിന്റെ പൈസ ലഭിക്കാനുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിന് മോളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഏത് രംഗത്ത് ജോലി ചെയ്തോ ആ പൈസ കൊടുക്കാനുള്ള ആൾക്കാരുടെ ഹൃദയങ്ങളോട് അവിടുന്ന് ഇടപെട്ട് ആ പൈസ എത്രയും വേഗം കൊടുക്കാൻ അവിടുന്ന് വഴി തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ കർത്താവ് പ്രാർത്ഥന കേട്ട് മറുപടി എന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. വയനാട്ടിൽ നിന്ന് ഷീനി വിളിച്ചിരിക്കുന്നു. മകൻ ബെഞ്ചമിൻ 1 വയസ്സ്, ഛർദിലുണ്ട്, പൂർണ്ണ സൗഖ്യം ലഭിക്കണം. ബ്രദർ വിദേശത്താണ്, 6 മാസമായി ശമ്പളം ലഭിച്ചിട്ട് പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ഷിനിക്ക് കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. ആ കുഞ്ഞിനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പൂർണ്ണ സൗഖ്യം കർത്താവ് കുഞ്ഞിന് ഉണ്ടാവട്ടെ, ഛർദിലെല്ലാം മാറട്ടെ, നല്ല ആരോഗ്യമുള്ള ഒരു കുഞ്ഞെ വളർന്നു വരുവാക്കണം. കർത്താവിന്റെ കൃപ ആ കുഞ്ഞിനോട് കൂടെ ഇരിക്കുമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഷിനിയുടെ ബ്രദറിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ മുടങ്ങിക്കിടക്കുന്ന നന്മകൾ കർത്താവെ ആ ബ്രദറിന്റെ കരങ്ങളിൽ എത്രയും വേഗം ലഭിക്കുവാൻ തൊക്കണം. കർത്താവെ, നീ അതിനുള്ള വഴികളിൽ നീ തുറക്കുമാരണമേ, നീ അതിനെ ഒരുക്കുമാരണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ജോർജ് തിരുവനന്തപുരത്ത് വിളിച്ചിരിക്കുന്നു. പ്രശ്നങ്ങൾ മാറുവാൻ പ്രാർത്ഥിക്കണം. മകൾ രജിക്ക് ഉന്നത വിജയം ലഭിക്കണം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആ കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ്, ആ കുടുംബത്തിന്റെ പ്രശ്നങ്ങളെല്ലാം അവിടുന്ന് അറിയുന്നല്ലോ, അതെല്ലാം അവിടുന്ന് മാറ്റുന്നതിനായ സ്തോത്രം. ആ മോക്ക് ഒരു ഉന്നത വിജയം കൊടുത്ത് അനുഗ്രഹിക്കുന്നതിനായ സ്തോത്രം. എന്റെ കർത്താവ് പ്രാർത്ഥനയുടെ മറുപടി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. മാവേലിക്കരയിൽ നിന്ന് മോളി വിളിച്ചിരിക്കുന്നു. മകളുടെ ഭർത്താവിനും മകനും കണ്ണിൽ ഇൻഫെക്ഷൻ ഉണ്ട്. മകൾക്ക് പനിയാൽ ഭാരപ്പെടുന്നു. കർത്താവെ, ഞങ്ങൾ മോളി ആന്റിയുടെ കർത്താവ് അറിയിച്ചിരിക്കുന്ന വിഷയങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ആ കുടുംബത്തിലുള്ള ഓരോ ജീവിതത്തെ നിരകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, കണ്ണിന്റെ ഇൻഫെക്ഷൻസ് ആ ജീവിതത്തിൽ നിന്ന് വിട്ട് മാറട്ടെ, പൂർണ്ണ സൗഖ്യത്തെ നൽകുമാരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പനിയാൽ ഭാരപ്പെടുന്ന മകൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവിക ആരോഗ്യത്തിലുള്ള ശരീരത്തിൽ ഉണ്ടാവേണ്ടത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, പനി മാറട്ടെ കർത്താവെ, യേശുവിന്റെ നാമത്തിൽ. മനോജ് കാക്കനാട് വിളിച്ചിരിക്കുന്നു. അമ്മ മറിയാമ്മ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ്, ബ്രസ്റ്റിൽ ക്യാൻസർ ആണ്, കീമോ ചെയ്യണം. അമ്മയുടെ ആരോഗ്യത്തിനായി പ്രാർത്ഥിക്കണം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആ മാതാവിനെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ആ രോഗത്തിന്റെ പൂർണ്ണമായിട്ട് ഒരു സൗഖ്യം ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ കീമോ ചെയ്യുമ്പോൾ കർത്താവെ, ഉയരത്തിലെ ആ ഒരു ആരോഗ്യം കൊടുത്ത കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. സകല നന്മകളാലും അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കോട്ടയത്ത് നിന്ന് തങ്കമ്മ വിളിച്ചിരിക്കുന്നു. കൊച്ചുമകന് പ്രിയൻ ഇന്ന് 10 മണിക്ക് എറണാകുളത്ത് ഒരു എക്സാമിന് വേണ്ടി പോകുന്നു. അതിനെ പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. കർത്താവെ, ഞങ്ങൾ പ്രിയനായി പ്രാർത്ഥിക്കുന്നു. ആ മകന്റെ മേൽ കർത്താവിന്റെ സാന്നിധ്യം കൂടെ ഇരിക്കുമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എക്സാമിനെല്ലാം നല്ല രീതിയിൽ അപ്പിയർ ചെയ്യുവാനൊക്കെയാണ്. ആ മകന്റെ കർത്താവെ ഒരു ദൈവിക ശേഷികൾ നിറയ്ക്കുമെന്ന് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു വിജയത്തെ അമാനം നൽകിയാട്ട് കർത്താവെ, യേശുവിന്റെ നാമത്തിൽ. നമ്മുടെ 4-ാം തീയതി എറണാകുളത്ത് നടക്കുന്ന മീറ്റിങ്ങിനെ കുറിച്ച് ഒന്നുകൂടെ പറയട്ടെ. 4-ാം തീയതി 11 മണി മുതൽ വൈകുന്നേരം 3:30 വരെയുള്ള സമയത്ത് എറണാകുളം YMCA വെച്ചാണ് നമ്മുടെ മീറ്റിംഗ് നടക്കുന്നത്. അതുപോലെ തന്നെ പിറ്റേ ദിവസം 5-ാം തീയതി ട്രിവാൻഡ്രത്ത് വെച്ച് 11 മണി മുതൽ 3:30 വരെയുള്ള സമയത്ത് ട്രിവാൻഡ്രം സത്യൻ മെമ്മോറിയൽ ഹാളിൽ വെച്ചും നമ്മൾ ട്രിവാൻഡ്രത്തും മീറ്റിംഗ് വെക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ കടന്നു വരണം. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പ്രാർത്ഥിച്ചു. നമുക്ക് സാമ്പത്തികമായി പല ആവശ്യങ്ങളുണ്ട്. നമുക്ക് വേണ്ടി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. പല കുടുംബങ്ങളും പലവരും നമ്മളെ ഇങ്ങോട്ട് വിളിച്ച് അവരെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ചെയ്തു. അതുപോലെ പലരും അതിലുപരി പ്രാർത്ഥിച്ചു. ഇങ്ങോട്ട് വിളിച്ച് പലരും നമ്മളോട് കൂടെ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. പലരും ഇവിടെ വന്നു, സാമ്പത്തികമായി സഹായിച്ചു, പ്രാർത്ഥനയിൽ സഹായിച്ചു. സിനു ബ്രദറെ, നമ്മളെല്ലാം ഒരു കുടുംബമായിട്ട് ആ വിഷയത്തിന് മേൽ പ്രാർത്ഥിക്കുമ്പോൾ വീണ്ടും നിങ്ങൾ പ്രാർത്ഥിക്കണം. നമുക്ക് വീണ്ടും സാമ്പത്തികത്തിന്റെ അധികം ആവശ്യങ്ങളുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ സിനു ബ്രദർ നമുക്ക് വേണ്ടി ഇപ്പം പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് എൻ്റെ ഇരിക്കുന്ന ഒരു വിടുതലിന്റെ റിപ്പോർട്ട്. കൊല്ലൂരിൽ നിന്ന് ലിൻസി പറഞ്ഞിരിക്കുന്നത് ഇറ്റലിക്ക് പോകേണ്ടിയുള്ള വിസ ലഭിച്ചു. കഴിഞ്ഞ ദിവസം നമ്മളെല്ലാം പ്രാർത്ഥിച്ചിരുന്നു.
നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് ഇതിനുവേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അനേകർ വിസ സംബന്ധമായ വിഷയത്തിലൂടെ വിദേശത്തായിരിക്കും പ്രിയപ്പെട്ടവർ പല പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നു. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവരും നേരിട്ട് വിളിക്കുന്നു, അവരുടെ പ്രിയപ്പെട്ടവരും വിളിക്കുന്നു. നമുക്ക് ആ വിഷയത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് ഈ സമയത്ത് പ്രാർത്ഥിക്കണം. നമുക്ക് ഒന്നിച്ച് ഈ വിഷയങ്ങളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. നമ്മുടെ സാമ്പത്തിക ആവശ്യങ്ങളും എല്ലാം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കും. ദൈവത്തിൻ്റെ ഒരു മഹത്വം. സിനു, കഴിഞ്ഞ ദിവസം ഒമാനിൽ നിന്ന് ഒരു ആൻറ്റി നമ്മളൊരു അറിയിച്ചു, കൊങ്കോ ഡിസീസ് എന്ന് പറഞ്ഞ ഒരു പ്രത്യേക വൈറൽ ഫീവർ അത് ഒമാൻ്റെ ദേശത്ത് വളരെ ശക്തമായിട്ട് പടരുന്നുണ്ട്. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, അത് പടരാതിരിക്കാൻ, അത് അതിൻ്റെ ആ അണുക്കൾ നിർവീര്യമാകാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഒമാനിൽ നിന്ന് ആനി എന്ന് പറയുന്ന ഒരു ആൻറ്റി നമ്മളെ വിളിച്ച് അറിയിച്ചിട്ടുണ്ട്. വിശിഷ്യാൽ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. നമുക്ക് ഒന്നിച്ച് ചേർന്ന കരങ്ങളെ ദൈവസന്നിധി വിശ്വാസത്തിന് അടയാളമായിട്ട് ഉയർത്തിക്കൊണ്ട് ഈ വിഷയങ്ങളെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കും. കർത്താവെ, ഞങ്ങളിപ്പോൾ ചേർന്ന് ഈ വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിക്കും. ദേശരാജ്യങ്ങൾ അയക്കുന്ന ഞങ്ങളെ പ്രിയപ്പെട്ടവര്, അവർ കടന്നു പോകുന്ന പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, കർത്താവെ ഞങ്ങളെക്കാളും നല്ലവണ്ണം അറിയുന്ന ദൈവമേ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. ദൈവത്തിന്റെ പ്രവൃത്തിയോടെ വെളിപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിഷയ കർത്താവെ, പലതരമായ വൈറസുകൾ പല രാജ്യങ്ങളിലും പടർന്നുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ നിന്റെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, അങ്ങയുടെ പരിപാലനം ഓരോരുത്തർക്കും ചുറ്റുമുണ്ടാകണമേ. ദൈവിക സൗഖ്യത്താൽ ഓരോരുത്തരെ പൊതിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അണുക്കൾ വ്യാപരിക്കാൻ നിർവീര്യമായി തീരേണ്ടതിനായി ഞങ്ങൾ ഇപ്പോൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം കർത്താവ്, പ്രേംകേരള കുടുംബാംഗങ്ങളായി ഞങ്ങൾ ചേർന്ന് ഇപ്പോൾ നിന്റെ സന്നിധിയിൽ കർത്താവ് പ്രേംകേരള ശുശ്രൂഷയുടെ ആവശ്യങ്ങളെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. സാമ്പത്തിക ആവശ്യങ്ങൾ അങ്ങ് നിറവേറ്റുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പുതിയ വഴിയും വാതിലുകളും അങ്ങ് തുറക്കുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, ഇതുവരെയും അനേകർ കർത്താവെ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി സഹായിച്ചല്ലോ. അവരെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിൽ എല്ലാ നിലയിലും നന്മയും അനുഗ്രഹം ഉണ്ടാകട്ടെ. അനേകർ കർത്താവ് ഇപ്പോഴും ഞങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. കർത്താവെ, ഞങ്ങൾ അതിനായി നന്ദി പറയുന്നു. അവരെയും കർത്താവ് നീ ഒരുക്കുന്നതിനായി സ്തോത്രം. നീ സകലത്തെയും കർത്താവ് നന്നായി ചെയ്യുന്നതിനായി നന്ദി പറയുകയാണ്, യേശുവിന്റെ നാമത്തിൽ തന്നെ. പ്രതീക്ഷകളോടെ പുതുവർഷത്തിലേക്ക് എന്ന ഒരു കോളം വന്നിട്ടുണ്ട് മനോരമയില്. നാണ്യപ്പെരുപ്പവും വിലക്കയറ്റവും എന്നിവയുടെ നിയന്ത്രണം ഒരു വെല്ലുവിളി തന്നെയാണ്. രൂപയുടെ വിനിമയ നിരക്കിൽ സ്ഥിരത സാധ്യമാണെങ്കിലും വൻ തകർച്ച ഒഴിവാകുന്ന അവസ്ഥ, അസംസ്കൃത എണ്ണയുടെ വിലയിൽ ഇടിവ്, ബാങ്കിംഗ് ലൈസൻസ് ഉൾപ്പെടെയുള്ള പരിഷ്കാരങ്ങൾ, കുറെ തടസ്സങ്ങൾ, വെല്ലുവിളികൾ മുമ്പോട്ട് ഏത് ഗവൺമെന്റ് ഇലക്ഷന് ശേഷം വന്നാലും വെല്ലുവിളികളായി നിൽക്കുമ്പോൾ തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിൽ രാജ്യത്ത് വളരെ സമാധാനപൂർവമായ ഒരു ഇലക്ഷൻ ഉണ്ടാകുക മാത്രമല്ല, അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗവൺമെന്റ് നമുക്ക് വരണം. അതുമാത്രമല്ല, നമ്മുടെ രാജ്യം അനുഗ്രഹിക്കപ്പെടണം. പ്രത്യേകിച്ച് ഇന്ത്യയിലെ യൗവനക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു വ്യക്തി പോലും ജോലിയില്ലാതെ, അവസരങ്ങളില്ലാതെ, പഠിക്കുവാനുള്ള അവസരങ്ങളില്ലാതെ വെറുതെ നടക്കുവാനിടയാകരുത്. നമ്മുടെ രണ്ട് കരങ്ങളും വിശ്വാസത്തിന് അടയാളമായി ഉയർത്തിക്കൊണ്ട് നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ രാജ്യത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഓരോ യുവാവിനും യുവതിക്കും അനുഗ്രഹിക്കപ്പെട്ട ജോലി വഴികൾ, പഠനത്തിനുള്ള വഴികൾ, അവസരങ്ങൾ ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ അത്ഭുതകരമായ ഉയർച്ച ഈ രാജ്യത്തുണ്ടാകട്ടെ. മെഡിക്കൽ രംഗത്ത്, എഞ്ചിനീയറിംഗ് രംഗത്ത് ദൈവമേ, എൻട്രൻസ് ടെസ്റ്റിലൂടെ ഒഴിവാക്കപ്പെടുന്ന ആ വിദ്യാർത്ഥിനികൾക്കും കൂടെ ഇവിടെ അവസരങ്ങൾ ഉണ്ടാകുന്ന ഒരു അന്തരീക്ഷം യേശുവിൻ നാമത്തിൽ ഈ രാജ്യത്ത് തന്നെ ഉണ്ടാകട്ടെ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അത് സംഭവിക്കട്ടെ, അത് സംഭവിക്കട്ടെ. പ്രത്യേകിച്ച് വരാനിരിക്കുന്ന എൻട്രൻസ് എക്സാമിലേക്ക് എഴുതുവാൻ വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിനികൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വളരെ ടെൻഷനോടെ ആ കുഞ്ഞുങ്ങൾ തയ്യാറെടുക്കുമ്പോൾ അനേകരുടെ മാതാപിതാക്കളും ആ വിദ്യാർത്ഥികളും കേരളയിൽ ഇപ്പോൾ തന്നെ വിളിച്ചു പറയുമ്പോൾ, യേശുവേ ആ മക്കളോടുകൂടെ ഇരിക്കണമേ. പഠിക്കുന്നതിന് ആവശ്യമായിരിക്കുന്ന ബലവും ബുദ്ധിയും കഴിവും പ്രാപ്തിയും അവർക്ക് നൽകണം. എല്ലാവർക്കും ഉയർന്ന റാങ്കിൽ പാസ്സാകുവാനിടയാക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ നല്ല ദാനങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയട്ടെ. യേശുവിന്റെ നാമത്തിൽ രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവർ ആ രോഗമുള്ള ഭാഗത്ത് കരങ്ങൾ വെച്ചാട്ട് യേശു അത്ഭുത വൈദ്യൻ, അത്ഭുത മന്ത്രി, വീരനായ ദൈവം, യേശുവാൽ കഴിയാത്ത ഒരു കാര്യവുമില്ല. ആ രോഗമുള്ള ഭാഗത്ത് കരങ്ങൾ വെക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പുതിയ രോഗികൾ ഓരോരുത്തരും ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. പിതാവേ, ഇന്നലെ വൈകിട്ട് ഞങ്ങൾ കൊമ്പനാട് ആ വീട്ടിലേക്ക് കടന്നുപോയവർ കടന്നു പോകുന്ന വിഷമസന്ധി അവിടെ നിന്ന് അറിയുന്നു. കർത്താവേ, ആക്സിഡന്റിന് ശേഷം പ്രയാസത്തിലൂടെ പോകുന്ന മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പൂർണ്ണ സൗഖ്യമുണ്ടാകട്ടെ. SLE രോഗത്താൽ വിഷമിക്കുന്നവർക്കായി ഞങ്ങൾ ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പിതാവേ, അങ്ങയുടെ കരം അവരുടെ മേൽ വയ്ക്കണം. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ അവർ സൗഖ്യമാകട്ടെ. SLE രോഗത്തിന് വൈദ്യശാസ്ത്രത്തില് ആശയ്ക്ക് വകയില്ലെങ്കിലും അങ്ങയുടെ മുഖത്ത് നോക്കുന്ന യേശുവിന്റെ
നാമത്തിൽ അവർ സൗഖ്യമുള്ളവരായി മാറട്ടെ. ഈ പകൽ അവിടുന്ന് അത് ചെയ്തതിന് നന്ദി. ക്യാൻസർ രോഗികൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ അത്ഭുതകരമായ സൗഖ്യമുണ്ടാകട്ടെ. കർത്താവേ, ഹൃദ്രോഗങ്ങൾ മാറേണ്ട ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഹൃദ്രോഗികൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. ഉദരരോഗങ്ങൾ മാറിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ സമ്പൂർണ്ണമായ സൗഖ്യമുണ്ടാകട്ടെ. യൂട്രസ് സംബന്ധമായ രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ അത്ഭുതകരമായ സൗഖ്യമുണ്ടാകട്ടെ. നട്ടലിന്റെ വളവുകൾ, അകൽച്ചകൾ, ഇടയ്ക്ക് കട്ടി മാംസം വളരുന്ന അവസ്ഥകൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ മാറട്ടെ. സമ്പൂർണ്ണ സൗഖ്യമുണ്ടാകട്ടെ. മുട്ടുകളുടെ വേദനകൾ, കാലുകളുടെ വേദന, നടുവിന്റെ കഠിനമായ വേദന ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ ജീവിതങ്ങൾ ഇപ്പോൾ മാറിപ്പോകട്ടെ. യേശുവിന്റെ സൗഖ്യം അവരിൽ ഉണ്ടാകട്ടെ. കർത്താവേ, ഇപ്പോൾ തന്നെ വന്നുകൊണ്ടിരിക്കുന്ന നൂറുകണക്കിന് പ്രാർത്ഥന വിഷയങ്ങൾ നിന്റെ ബലമുള്ള കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഈ ജീവിതങ്ങളെ അവിടുന്ന് സൗഖ്യമാക്കും, വിടുവിക്കും. അതത് വിഷയങ്ങളിൽ അതത് വ്യക്തികൾക്ക് മറുപടി നൽകും. യേശുവിന്റെ നാമത്തിൽ നാളെ പ്രഭാതത്തിൽ വീണ്ടും വലിയ ദൈവകൃപയോടെ നമ്മൾ ഒന്നിച്ച് വീണ്ടും കാണും. മറ്റുള്ളവരെ പ്രാർത്ഥനയെ കുറിച്ച് അറിയിക്കുന്നതിൽ ഓരോരുത്തരോടും പ്രത്യേക നന്ദി പറയുന്നു. ഏത് സമയത്തും ഈ ശുശ്രൂഷയിൽ താങ്കൾക്ക് പങ്കെടുക്കാം. prayingkerala.com, prayingindia.com, prayingkerala.com, prayingindia.com എന്നീ വിലാസങ്ങളിൽ 24 മണിക്കൂറും ഇന്ന് രാവിലത്തെ ശുശ്രൂഷ ഉൾപ്പെടെ നമുക്ക് ലഭ്യമാണ്. പ്രേയിങ് കേരള ശുശ്രൂഷ എപ്പോഴും തത്സമയം നടക്കുന്ന ശുശ്രൂഷയ. ആ രണ്ട് കരങ്ങളും ഉയർത്തി ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ, പിതാവേ, പ്രേയിങ് കേരള കുടുംബാംഗങ്ങളെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. നന്മയോടെ, ദീർഘായുസ്സോടെ, ആരോഗ്യത്തോടെ ഇന്നത്തെ ജോലികൾ, യാത്രകൾ ഓരോരുത്തർക്കും അനുഗ്രഹിക്കപ്പെട്ടതായി തീരട്ടെ. പ്രത്യേകിച്ച് ക്ലോസിംഗ് ഡേയിൽ അനേക തിരക്കോടെ അനേകർ പ്രവർത്തിക്കുമ്പോൾ എക്സ്ട്രാ ഗ്രേസ് അവർക്ക് നൽകണമേ. ബാങ്കിങ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. കൊമേഴ്ഷ്യൽ എന്റർപ്രൈസസിൽ, ബിസിനസ്സുകളിൽ ഒക്കെ ഇടപെടുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ എക്സ്ട്രാ ഗ്രേസ് അവർക്ക് നൽകണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ പിതാവേ. കേരള കുടുംബാംഗങ്ങൾ ഒന്ന് ചേർന്ന് നല്ലവൻ യേശുവേ, നീ എത്ര നല്ലവൻ. യേശുവേ, നീ എത്ര നല്ലവൻ.